ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് രാജുവിൻ്റെ വീടാണ്. പ്രിയയും ഹൃതികയും തമ്മിൽ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. രാജുവിൻ്റെ മേഡം എന്നുള്ള വിളി എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നും അവൻ മോൾക്ക് ചുറ്റും കരിവണ്ട് പോലെ നടക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ തമ്മിൽ ഭാര്യാഭർത്തൃ ബന്ധമൊന്നുമില്ലെന്ന് എനിക്കറിയാമെന്നും പ്രിയ പറയുന്നു. ഇത് കേൾക്കുന്ന ഹൃതികയും വിഷമത്തോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയമാണ് രാധമ്മയും വേണുവും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. സ്ത്രീയെ കണ്ടു വച്ചാ എന്ന് പ്രിയ ചോദിക്കുമ്പോൾ വിഷമത്തോടെ പാത്തും പതുങ്ങിയുമൊക്കെ കണ്ടെന്ന് പറയുകയാണ് രാധമ്മ. എന്നാലും അച്ഛനും അമ്മയ്ക്കും ഒരിക്കലും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞ് വിഷമത്തോടെ നിൽക്കുകയാണ് രാധമ്മ. നീ ഇനി മക്കളെ കൂടി വിഷമിപ്പിക്കാതെ എന്ന് വേണു പറയുമ്പോൾ രാധമ്മ അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രതാപന്റെ വീടാണ്. അംബികയുടെ മുറിയിലേക്ക് കയറി ചെല്ലുന്ന യാമിനി പറയുകയാണ്, അവര് ആരെ കൊല്ലാനാണ് ഓർഡർ ഇട്ടതെന്ന് എനിക്ക് എന്താണെങ്കിലും അറിയണം. ഞാനും ഈ വീട്ടിൽ തന്നെയല്ലേ താമസിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അംബികയുടെ ഫോൺ എടുത്ത് പരിശോധിക്കുകയാണ് യാമിനി. അതേസമയമാണ് ജയൻ താഴെ വരുന്നത്. ജയനോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോവുകയാണ് അംബിക. തുടർന്ന് അംബികയുടെ ഫോണിന്റെ ലോക്ക് അഴിക്കാൻ യാമിനിയെ കൊണ്ട് സാധിക്കുന്നില്ല. ഫോണിന്റെ ലോക്ക് എന്തായിരിക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് യാമിനി പലതും ടൈപ്പ് ചെയ്ത് നോക്കുന്ന സമയത്താണ് അംബിക മുറിയിലേക്ക് വരുന്നത്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന യാമിനി ദേഷ്യത്തോടെ നിൽക്കുന്ന അംബികയെ കണ്ടുകൊണ്ട് പേടിയോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് ദേഷ്യത്തോടെ അംബിക അകത്തേക്ക് കയറി ചെന്നതിന് ശേഷം യാമിനിയുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിക്കുകയാണ്. എന്റെ അനുവാദമില്ലാതെ എന്റെ മുറിയിൽ നീ എന്തിനാ കയറിയത്? എന്റെ മൊബൈൽ പരിശോധിക്കാൻ മാത്രം നിനക്ക് ധൈര്യമായില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് യാമിനിയുടെ കഴുത്തിന് മുറുക്കെ പിടിക്കുന്ന അംബികയാണ് കാണിക്കുന്നത്. ശ്വാസത്തിനായി പിടയുന്ന യാമിനിയെ കാണിക്കുന്നു. അതേസമയം അംബികയെ ഇത്ര നേരമായിട്ടും കാണാത്തത് കൊണ്ട് തന്നെ മുറിയിലേക്ക് അന്വേഷിച്ച് ചെല്ലുകയാണ് ജയൻ. യാമിനിയെ കൊല്ലാൻ ശ്രമിക്കുന്ന അംബികയെ കണ്ടുകൊണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ജയൻ. പെട്ടെന്ന് ബോധം കെട്ട് താഴേക്ക് വീഴുകയാണ് യാമിനി. തുടർന്ന് പേടിയോടെ യാമിനിയെ നോക്കുകയാണ് അംബിക. തുടർന്ന് സുജയെ വിളിക്കുന്ന സമയത്ത് ജയൻ പെട്ടെന്ന് തന്നെ താഴേക്കൂടി പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സൂര്യമംഗലം കോവിലകമാണ്. പത്മാവതിയെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുമോ എന്നറിയാനായി അവിടെയൊക്കെ പരതുന്ന രാജുവിനെയാണ് കാണിക്കുന്നത്. മോൻ എന്താ ഈ തിരയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് കുറുപ്പ് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാണ് ശീലമെന്നും എനിക്ക് അമ്മാവന്റെ സഹായം വേണമെന്നും രാജു പറയുന്നു. കുറുപ്പമ്മാവ, ഞാൻ അന്വേഷിക്കുന്നത് എൻ്റെ ഭാര്യയുടെ അമ്മയായ പത്മാവതി വർമ്മയെക്കുറിച്ചാണ്. ഇവിടെ തിരഞ്ഞാൽ മോൻ എന്താണെങ്കിലും ഒന്നും കിട്ടാൻ പോകുന്നില്ല. പത്മാവതി തമ്പുരാട്ടിയും പ്രതാപൻ സാറുമായിട്ട് എന്ത് സ്നേഹത്തിലായിരുന്നെന്നറിയാമോ? അവർ പിരിഞ്ഞതെന്തിനാണെന്ന് ഇതുവരെ ആലോചിച്ചിട്ടും ആർക്കും മനസ്സിലായിട്ടേ ഇല്ല. അതേസമയം അവിടെയുള്ളൊരു ബുക്കിൽ നിന്നും ജഗന്നാഥന്റെയും വേണുവിന്റെയും പ്രതാപന്റെയും ഒന്നിച്ചുള്ളൊരു ചിത്രം കിട്ടുകയാണ് രാജുവിന്. തുടർന്ന് ആ ഫോട്ടോ കാണിച്ചുകൊണ്ട് ജഗന്നാഥൻ ആരാണെന്ന് ചോദിക്കുകയാണ് രാജു. ഇതാണ് ജഗന്നാഥൻ സാറ്. പ്രതാപൻ സാറിന്റെ ഉറ്റ കൂട്ടുകാരനായിരുന്നു. ജഗന്നാഥൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അന്ന് അംബിക ഒളിവിൽ പാർപ്പിച്ച കാര്യമെല്ലാം തന്നെ രാജുവിന് ഓർമ്മ വരുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് രാജുവിന്റെ വീടാണ്. കൊച്ചമ്മണിയെ കുറിച്ച് സംസാരിക്കുകയാണ് രാധമ്മയും വേണുവും പ്രിയയും. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന കൊച്ചമ്മണി ജയനെ പറ്റി പ്രിയയോട് തിരക്കുന്നു. ജയേട്ടൻ ജോലിക്ക് പോയ കാര്യം നിങ്ങൾക്ക് എന്താ അറിയില്ലേ എന്ന് പ്രിയ ചോദിക്കുമ്പോൾ ഞാനതങ്ങ് മറന്നുപോയെന്ന് കൊച്ചമ്മണി പറയുന്നു. അതേസമയം ഒരുങ്ങി പുറത്തേക്ക് വരികയാണ് ഋതിക. രാധമേ, എനിക്കിവിടുത്തെ ഓഫീസിൽ സാൻഡ്രയായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് ഋതിക ഇറങ്ങുമ്പോൾ താമസിക്കുകയാണെങ്കിൽ വിളിച്ചു പറയണമെന്ന് രാധമ്മ പറയുന്നു. തുടർന്ന് ഋതികയോട് കാശ് ചോദിക്കുകയാണ് കൊച്ചമ്മണി. താജ്മഹൽ വരെ പോകാനാണെന്നും എൻ്റെ കൈ പൈസയൊന്നുമില്ലെന്നും കൊച്ചമ്മണി പറയുമ്പോൾ പൈസയൊക്കെ ഞാൻ തരാമെന്നും പക്ഷേ ഞാൻ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ വേണം പോകാനെന്നും ഋതിക പറയുന്നു. അതിനെന്താ, മോള് പറയുന്ന സ്ഥലത്ത് തന്നെ ഞാൻ പോകാമെന്ന് കൊച്ചമ്മണിയും പറയുന്നു. തിരുപ്പതി, കാളഹസ്തി, പഴനി അങ്ങനെ കുറച്ച് തീർത്ഥാടന കേന്ദ്രങ്ങളുടെ പേര് പറയുകയാണ് ഋതിക. അങ്ങനെ ഋതിക പോയതിനു ശേഷം കൊച്ചമ്മണി വേണുവിനോട് പറയുകയാണ്, ആ പൈസ വാങ്ങിക്കൊണ്ട് ഞാൻ കുറെ സ്ഥലങ്ങളിൽ പോയി അടിച്ചു പൊളിച്ചിട്ട് വരും. കുറച്ച് ഭസ്മവും കൊണ്ട് തിരികെ വന്നാൽ മതിയല്ലോ. നടന്നത് തന്നെ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് വേണു. പിന്നീട് കാണിക്കുന്നത് പ്രതാപന്റെ വീടാണ്. യാമിനിയെ ഡോക്ടർ പരിശോധിക്കുന്നതാണ് കാണിക്കുന്നത്. BP വളരെ കൂടുതലാണെന്നും യാമിനിക്ക് എന്തിനാ ഇത്ര ടെൻഷൻ എന്നും ഡോക്ടർ ചോദിക്കുന്നു. ഇതൊരു ചെറിയ മെന്റൽ ഷോക്ക് ആണെന്നും പേടിപ്പിക്കുന്ന എന്തോ കാര്യം നടന്നിട്ടുണ്ടെന്നും ഡോക്ടർ പറയുന്നു. അതേസമയമാണ് ജയൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. മേഡത്തിന്റെ സൈൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ജയൻ അംബികയെ ഫയൽ ഏൽപ്പിക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം ജയന്റെ കൈ വിറയ്ക്കുന്നത് കണ്ടുകൊണ്ട് വെള്ളമടി കൂടുതലാണോ എന്ന് ചോദിക്കുകയാണ് അംബിക. ഉറങ്ങാനുള്ള മെഡിസിൻ കൊടുത്തിട്ടുണ്ട്, ഉറങ്ങട്ടെ, ഒരാഴ്ച കഴിയുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. അതേസമയം പേടിയോടെ ജയനും അവിടെ നിന്ന് പോകുന്നതാണ് കാണിക്കുന്നത്. ഇതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അംബികയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.